സവാള ഗിരി ഒരു ഉള്ളിക്കഥ പറയാൻ വേണ്ടി വന്നേന്. നമുക്ക് ഉള്ളി ഇല്ലാണ്ട് നമ്മുടെ ഒരു പരിപാടി നടക്കില്ലല്ലോ. നമുക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളും എല്ലാ കറിയിലും ഉള്ളി ഉണ്ടാവും. നമ്മൾ ഉള്ളി വാട്ടിയിട്ടുള്ള സംഭവങ്ങൾ എല്ലാത്തിലും. പക്ഷേ ഫോറിനേഴ്സിന്, യൂറോപ്യൻസിന് പ്രത്യേകിച്ചും ഉള്ളി തീരെ താല്പര്യമില്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ല ചീത്തപ്പേരുണ്ടാക്കി തരുന്ന ഒരു വെജിറ്റബിൾ ആണ് ഉള്ളി. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ മസാല മണം, കറി മണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണത് മെയിനായിട്ട് ഈ ഉള്ളി കാരണമാണ്. നമുക്കാണെങ്കിൽ ഉള്ളി ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ പണ്ട് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടിരുന്ന ടൈമിനെ, എന്റെ ഹോസ്റ്റൽ മിക്സർ ഹോസ്റ്റലാണ്. അപ്പൊ എന്റെ റൂംമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെയിൻകാരനും ഒരു ഇറ്റാലിയൻകാരനാണ്. അപ്പൊ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അവരെപ്പോഴും പറയും, പ്രദീപ് ഉള്ളി കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം പുറത്തു പോകാനെന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും ഉമ്മാരെന്തോ വലിയ സംഭവമാക്കണം, ഉള്ളിയുടെ മണം ആർക്കാ ഇഷ്ടമല്ലാത്തത്. കാരണം നമുക്ക് നല്ല ഉള്ളിയുടെ മണം നല്ല സ്മെല്ലാണല്ലോ. ഞാൻ വിചാരിക്കും ഒരു റേസിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ ഞാനെപ്പോഴും പറയും. ഞങ്ങൾ പക്ഷേ വീക്കെൻഡ്സിൽ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. അപ്പം സ്റ്റുഡൻസ് എല്ലാവരും കൂടെ. അങ്ങനെ ഒരു നൈജീരിയക്കാരൻ്റെ റൂമിലാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാനും വേറൊരു നൈജീരിയക്കാരനും കൂടെ ബോൾ എടുക്കാൻ വേണ്ടി അവൻ്റെ റൂമിലേക്ക് പോകണം. എൻ്റെ അമ്മ റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഒരു ഒട്ടുക്കത്ത മണം, സഹിക്കാൻ പറ്റാത്ത മണം കേട്ടോ. എനിക്കങ്ങനെ മൂക്കിനുള്ളിൽ കുത്തി കയറുക. ഞാൻ വിചാരിച്ചു ഞാൻ ഛർദ്ദിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ട് എൻ്റെ കൂടെ വന്ന നൈജീരിയക്കാരൻ, വാവ് ഇന്ന് എന്താടാ സ്പെഷ്യൽ ഉണ്ടാക്കണേ, അടിപൊളി സാധനമുള്ള, കളി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് തിന്നാന്ന്. ആ ഒരു പോയിന്റിലാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ നമ്മളെ ഫേവറേറ്റ് മണം വേറെ ചില ആരോഗ്യമായിരിക്കുന്നത്. കാരണം ഇവന്റെ മണം എനിക്ക് ഛർദ്ദിക്കാൻ വന്നു, അവരുടെ മണം നമുക്കും പറ്റൂല. ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് എനിക്കിത് കറക്റ്റ്, ഓക്കെ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഭയങ്കര ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഉള്ളിയുടെ സ്മെല്ല് വന്നാണ്ടല്ലോ ഇത് പോവുകയില്ല. അതായത് ഞാൻ എപ്പോഴും പറയും, പച്ചയുള്ളി കഴിച്ചപ്പോൾ നമ്മുടെ നമ്മൾ ഈ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യും. അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ തിരക്കിട്ട് പുറത്തു പോകുമ്പോഴേ ചിലപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടൊക്കെ പണ്ട് ഞാൻ ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഒരു ജാക്കറ്റിലൊക്കെ ഒരു വട്ടം പിടിച്ച് ഇത് പോവുകയില്ല. പിന്നെ ഒരു സാധനമുണ്ട്, ഒരു സ്പ്രേ പോലത്തെ സാധനമുണ്ട്, അത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയിട്ട് അതൊക്കെ അടിക്കണം. അതിനുശേഷം ഞങ്ങൾ തന്നെയാണ് നിൽക്കണത്. നമ്മളെപ്പോഴും ഷെയർ റൂമിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. കാരണം എല്ലാ ഇതും തുറന്നു വെച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊന്നിന് ഓർമ്മയില്ലേ? ഇവര് നല്ല രസമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിയറ്റ്നാമി, ലിഡിയ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവള് ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. കാരണം അവൾ അവിടുന്ന് ഛർദ്ദിച്ച് പരിപ്പായി. ഈ സോസിന്റെ മണമൊക്കെ വരും. അതായത് ചില ആൾക്കാരുടെ നല്ല മണം നമുക്ക് പറ്റില്ല, അതുപോലെ നമ്മുടെ നല്ല മണം അവർക്ക് പറ്റില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു റേസിസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് എങ്ങനെ പറയണമെന്നൊന്നും. അതൊന്നുമല്ല. അത് നമുക്ക് മസാല വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും മസാലനേക്കാളും കൂടുതൽ ഈ ഉള്ളി ഭയങ്കര സ്ട്രോങ് ആണ് ഇതിന്റെ മണം. നമുക്കത് പുറത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുള്ളത്. അവർ പറയുമ്പോൾ നമ്മൾ ഇവരെന്ത് തേങ്ങയൊക്കെയാണ്. പക്ഷെ സംഭവം ഇത് ഭയങ്കര ഇതാണ്. നമുക്കുള്ള അതാണ് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്ന സാധനമാണ്. ഇവിടെ നമ്മള് ഇന്ത്യക്കാരുണ്ടോന്ന് അങ്ങനെ കണ്ടുപിടിക്കുക. ഈ ഉച്ച സമയത്തൊക്കെ നല്ല മസാലയുടെ മണം, ഇവിടെ എവിടെയോ ഇന്ത്യക്കാരുണ്ട്, നമുക്ക് അങ്ങനെയാണ് നമ്മള് കണ്ടുപിടിക്കുക.